UAPAക്കെതിരെ വിമർശനവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രാജ്യരക്ഷയ്ക്കെന്ന പേരിൽ കൊണ്ടുവരുന്ന കരിനിയമങ്ങൾ പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് അസാധുവാക്കൽ പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയാണെന്നും കാന്തപുരം കുറ്റപ്പെടുത്തി. കോഴിക്കോട് സുന്നി വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന മിലാദ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കാന്തപുരം. രാജ്യരക്ഷയ്ക്കെന്ന പേരിൽ നടപ്പാക്കുന്ന കരിനിയമങ്ങൾ പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണം. UAPA പോലുള്ള നിയമങ്ങൾ ചുമത്തപ്പെട്ടവർ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയാൽ ഇവർക്ക് ഭരണകൂടം നഷ്ടപരിഹാരം നൽകണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. നോട്ട് അസാധുവാക്കൽ പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയാണ്. പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നും കാന്തപുരം വ്യക്തമാക്കി. ആ നിയമങ്ങളിൽ പുനഃപരിശോധന നടത്തണം. പുനഃപരിശോധന നടത്തി കുറ്റക്കാരായി വെറുതെ പിടിക്കപ്പെട്ടവരെ അവർ കുറ്റക്കാരല്ലെങ്കിൽ വിട്ടയക്കണം. അതിന് നീതി കാണിക്കണം. മുജാഹിദ് ലയനത്തെയും കാന്തപുരം വിമർശിച്ചു. ഐക്യത്തിന്റെ പേരിൽ ആഹ്ലാദിക്കുന്നവർ താൽക്കാലിക ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. സുന്നികൾ ഭിന്നിക്കുന്നവരല്ലെന്നും സുന്നി ഐക്യത്തിന് തയ്യാറാണെന്നും കാന്തപുരം ആവർത്തിച്ചു. മർക്കസ് സംഘടിപ്പിച്ച മിലാദ് സമ്മേളനത്തിൽ പണ്ഡിതന്മാരടക്കം ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കല്ലാതെ UAPA ചുമത്തപ്പെട്ട കേസുകൾ പുനരവലോകനത്തിന് വിധേയമാക്കുന്നതിന് ഉന്നത സമിതിയെ നിയമിക്കാൻ തയ്യാറാകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇത്തരം കരിനിയമങ്ങളിൽ കുരുക്കപ്പെട്ട നിരപരാധികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരുകൾ തയ്യാറാകണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. രാജ്യദ്രോഹ പ്രശ്നങ്ങൾ നേരിടാൻ നിർമ്മിച്ച നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹി എന്ന് മുദ്ര ചാർത്തി പൌരന്മാരെ ദ്രോഹിക്കുന്ന നടപടി ഭരണാധികാരികൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. എല്ലാ പൌരന്മാരെയും ഒരുപോലെ കാണുന്ന സമീപനമാണ് സർക്കാരുകൾ സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നോട്ട് നിരോധനമടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ നിലപാട് അങ്ങേയറ്റം ജനവിരുദ്ധമാണെന്നും രാജ്യത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. ഈ രാജ്യത്തെ പാവങ്ങൾ നോക്കുകയാണ് ഒരു പ്രധാനമന്ത്രിയും ഭരണകൂടവും എല്ലാം ചെയ്യേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരെയും ഒരുപോലെ കാണുകയും പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, അവരെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കുകയുമാണ് വേണ്ടത് എന്ന്. രാജ്യദ്രോഹ പ്രശ്നങ്ങൾ നേരിടുന്നതിന് നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ രാഷ്ട്രീയ കാരണത്താലോ മറ്റു താൽപര്യങ്ങളാലോ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടർ, കോഴിക്കോട്. UAPA അടക്കമുള്ള കരിനിയമങ്ങളിൽ പുനഃപരിശോധന ആവശ്യമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രാജ്യദ്രോഹി എന്ന മുദ്രകുത്തി പൌരന്മാരെ ദ്രോഹിക്കുന്ന നടപടി ഭരണാധികാരികൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. കരിനിയമങ്ങളിൽ കുരുക്കപ്പെട്ട നിരപരാധികൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് സ്വപ്നനഗരിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രാജ്യദ്രോഹ പ്രശ്നങ്ങൾ നേരിടാൻ നിർമ്മിച്ച നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സർക്കാരുകൾ തയ്യാറാകണം. UAPA ചുമത്തപ്പെട്ട കേസുകൾ പുനരവലോകനം ചെയ്യണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. ആ നിയമങ്ങളിൽ പുനഃപരിശോധന നടത്തണം. പുനഃപരിശോധന നടത്തി കുറ്റക്കാരായി വെറുതെ പിടിക്കപ്പെട്ടവരെ അവർ കുറ്റക്കാരല്ലെങ്കിൽ വിട്ടയക്കണം. നോട്ട് നിരോധമടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ നിലപാട് അങ്ങേയറ്റം ജനവിരുദ്ധമാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പാവങ്ങളെ പറ്റി നോക്കിയില്ല. ഏത് പ്രധാനമന്ത്രിയായാലും ഏത് മുഖ്യമന്ത്രിയായാലും എല്ലാവരെയും ഒരുപോലെ കാണുകയും പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, അവരെ ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കുകയുമാണ് വേണ്ടത്. ആയിരങ്ങളാണ് സ്വപ്നനഗരിയിൽ നടന്ന സമ്മേളനത്തിൽ എത്തിയത്. സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മതപണ്ഡിതന്മാർ പങ്കെടുത്തു. മീഡിയ 1, കോഴിക്കോട്. സുന്നി ഐക്യത്തിന് തയ്യാറാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നേരത്തെയും ഇതിന് തയ്യാറായിട്ടുണ്ട്. ചിലരുടെ ഇപ്പോഴത്തെ ഐക്യപ്പെടൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണ്. മഹാന്മാരുടെ കല്ലറകൾ തകർത്ത നവോത്ഥാനമാണ് മുജാഹിദുകൾ നടത്തിയതെന്നും കാന്തപുരം കോഴിക്കോട്ട് പറഞ്ഞു. കൊള്ളുന്ന സ്ഥലങ്ങളെ തച്ചുടക്കുക, അതിനെ പൊളിക്കുക, അതിനെ തകർക്കുക, ഇതാണോ ഇവിടുത്തെ നവോത്ഥാനം? അതല്ലേ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്ന നവോത്ഥാനം? ഈ ഐക്യം മാത്രം